തമ്മിലുള്ള കുറ്റം സൃഷ്ടികൾ തമ്മിൽ തന്നെ തീർക്കണം. നമ്മൾ എന്തെങ്കിലും പരസ്പരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ സൃഷ്ടാവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടാവിനോട് എത്തിക്കേണ്ടത്, സൃഷ്ടികളുമായിട്ട്. അതുകൊണ്ട് മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും തരത്തിൽ നമ്മളുമായിട്ട് പിണങ്ങി കഴിയുന്നവരുടെയൊക്കെ വീടുകളിൽ ചെന്നിട്ട് പൊരുത്തമെടുക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണേ, ഞാൻ മക്കയിൽ പോകുകയാണ്, അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം. അതായത് ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ ഇതുവരെയുള്ള മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞ പാപക്കറയൊക്കെ കളഞ്ഞ് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ സാനിയ മിർസയുടെ ഈ ഹജ്ജും ഉംറയും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ പരിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മം അനുഭവിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ച സ്ത്രീകളിൽ ഞാനും ഉൾപ്പെട്ടു എന്നൊക്കെ ഉള്ളത് വലിയ രൂപത്തിൽ വിവാദങ്ങൾക്ക് കാരണമായി. ഞാനൊരു പുതിയ ജീവിത യാത്ര ആരംഭിക്കുവാണെന്നും ആ സമയത്ത് നിങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള പ്രാർത്ഥനകളിലും എന്നെ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞപ്പോൾ ഇനിയും അവർ പർദ്ദയിലും മക്കനയിലും മാത്രമേ വരൂ എന്ന് മുസ്ലിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് സാനിയ മിർസ. അതിന് 5 മാസം മുമ്പാണ് ക്രിക്കറ്റ് താരം ഷുഐബ് മാലിക്കുമായിട്ടുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തുന്ന വാർത്ത നമ്മൾ കാണുന്നത്. കരിയറിൽ സാനിയ 6 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് ഫൈനലില് രോഹൻ ബൊപ്പണ്ണയ്ക്കൊപ്പം മത്സരിച്ച് പരാജയപ്പെട്ടതോടെയാണ് സാനിയ വിരമിക്കാൻ പ്രഖ്യാപിക്കുന്നത്. 2009 മഹേഷ് ഭൂപതിക്കൊപ്പം ഓസ്ട്രേലിയൻ ഓപ്പണിലെ മിക്സഡ് ഡബിൾസ് കിരീടം നേടി. 2012 ഫ്രഞ്ച് ഓപ്പൺ, 2014 US ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടം നേടി. 2015 മൾട്ടിന ഹിംഗിസിനൊപ്പം വനിതാ ഡബിൾസിൽ വിംബിൾഡൺ, അതുപോലെ US ഓപ്പൺ, 2016 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഇതൊക്കെ സാനിയ മിർസയുടെ പേരിൽ സ്വന്തമാണ്. ഒരു ഘട്ടത്തിൽ ഡബിൾസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ സാനിയ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന ബഹുമതിയും തന്റെ പേരിൽ കുറിച്ചിരുന്നു. പ്രത്യേകിച്ച് അഹങ്കാരമോ അഹംഭാവമോ ഏതെങ്കിലും രൂപത്തിലുള്ള വിവാദ പരാമർശങ്ങളോ ഒന്നും സാനിയ മിർസ നടത്തിയതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും വാർത്തകൾ പ്രചരിച്ചിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടാകാം. ഇവിടെ സാനിയ മിർസ ഒരു മുസ്ലിം കുടുംബത്തിലെ വ്യക്തിയാണല്ലോ. അവരൊന്നും മക്കയിലേക്ക് പോകുമ്പോഴോ അതല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുമ്പോഴോ ഇത്രയധികം ഒരു വിഭാഗം ആളുകൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യവുമില്ല. വേറൊരു വിഭാഗം ആളുകൾ അത് ആ വാർത്ത വൈറലാക്കി അത് പരിഹസിക്കേണ്ട കാര്യവുമില്ല. കുറെ താത്തമാരും കാക്കാമാരും ഇങ്ങോട്ട് കയറി വരും. എന്തുവാണ് പറയണേന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇസ്ലാം മതം വിട്ടാലും പരിശുദ്ധ ഖുർആൻ വിടാൻ നിനക്ക് കഴിയുന്നില്ല പാവമെന്ന്. ആരാണ്? ബാറക്കല്ലാ. ഡാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്ന് നിന്റെ വെറും മൗഢ്യമായ ധാരണ മാത്രമാണ്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കല്ലേ. യാ അയ്യുഹന്നാസ് എന്നല്ലേ ഖുർആൻ പറയുന്നത്? എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കേട്ടൂടെ? റിയാസേ വന്നിട്ട് ഇവരെ പെട്ടുപോയതാണെങ്കിലും സാനിയ മിർസ മനസ്സിലാക്കിയതുപോലെ ജാമിദായും മനസ്സിലാക്കട്ടെ. എന്നെ പോലെ തന്നെ ആയിരിക്കും ഇതെല്ലാവരും കാണുന്നത്. ഞാൻ പോകുന്നു, ഇതിന് ഇനിയും റീച്ച് കൊടുക്കട്ട. നിന്നെ ആരടാ വിളിച്ചത്? മുസ്തഫ എന്താ എല്ലാരും കുളിപ്പിക്കുന്ന ജോലിയാ? മുസ്തഫയ്ക്ക് സ്ത്രീകളെ മാത്രമാണോ കുളിപ്പിക്കുക, അതോ പുരുഷന്മാരെയും കുളിപ്പിക്കുവോ? ഓരോരുത്തർ കയറി വന്നിട്ട് ഐഷ പോയി നിസ്കരിക്കേട്ടാ. ചിലപ്പോ 73ാമത്തെ ഹൂറിപ്പട്ടമെങ്കിലും കിട്ടും. എന്റെ ലൈവ് കണ്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? കൊറേ കാക്കാമാര് എനിക്കറിയില്ല, ഇങ്ങനെ കേറി ഇങ്ങ് വരും. എന്തുവാ പറയണേന്നറിയില്ല. അനാവശ്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ ഒന്ന് കുറവുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിലേ വളരെ മോശമായ രൂപത്തിൽ അതൊക്കെ മാത്രമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ചൊന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു.
ഷഹീന പോയി ആങ്ങളയുടെ സൗകര്യപൂർവ്വം എന്താന്ന് വെച്ചാൽ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ആങ്ങളെ കേട്ടാ. മുഹമ്മദ് കോയ മരിച്ചു പോണ്ടല്ലേ നിനക്ക്, ആദ്യം ജീവിക്കട്ടെ. ജീവിച്ചു കഴിഞ്ഞിട്ടല്ലോ നിനക്കൊക്കെ മരിച്ചു പോയാൽ അവിടെ 72 കൂറികളെങ്കിലും ഉണ്ട്. എനിക്കെങ്കിലും ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെയെങ്കിലും ജീവിക്കട്ടെ. നിങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോ നമ്മള് പറഞ്ഞു വന്നത്, സാനിയ മിർസ മാത്രമല്ല ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവര് വിശ്വസിച്ചിരുന്ന മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പല രൂപത്തിലും ആകൃഷ്ടരാകാം. അതൊന്നും തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എനിക്കിപ്പോ ഹിന്ദുമതം ശരിയാണെന്ന് തോന്നാം, ക്രിസ്ത്യൻ മതം ശരിയാണെന്ന് തോന്നാം, ഇസ്ലാം തന്നെയായിരുന്നു ആത്യന്തികമായ ശരി എന്ന് തോന്നാം. അതൊക്കെ എൻ്റെ അറിവിനനുസരിച്ചിട്ട്, എൻ്റെ ബോധ്യത്തിനനുസരിച്ച്, എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ശരിയുണ്ട്. ആ ശരിക്കനുസരിച്ചിട്ട് ഞാൻ അങ്ങ് തീരുമാനിക്കുന്നതാണ്. അങ്ങനെ ഒരു മതത്തെ ശരിയാണ് എന്ന് കരുതി പല രൂപത്തിലും സ്വീകരിക്കുന്ന ആളുകളുണ്ട്. വിവാഹത്തിന് വേണ്ടി സ്വീകരിക്കുന്നവരുണ്ട്, സുഹൃത്ത് പറഞ്ഞതിന്റെ പേരിൽ സ്വീകരിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ നല്ലതാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മതം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ മറ്റുള്ള ആളുകൾ എന്നെ ഒന്ന് തിരിച്ചറിയണം എന്നതിനു വേണ്ടി മതവും ആശയവും മാറുന്ന ആളുകളുമുണ്ട്. ഇപ്പൊ മൈക്കിൾ ജാക്സൺ, AR റഹ്മാൻ, ഷർമിള ടാഗോർ, ഒരുപാട് താരങ്ങളെ നമുക്കറിയാം. മതം മാറിയ സെലിബ്രിറ്റികളെയും നമുക്കറിയാം. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട മൈക്കിൾ ജാക്സൺ അടക്കമുള്ള ആളുകൾ. മൈക്കിൾ ജാക്സൺ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മൈക്കിൾ ജാക്സന് പോലും അറിയില്ല. പോപ്പ് ഇതിഹാസം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പ്രശസ്ത ഇന്ത്യൻ ഗായകനായ ഹാൻസ് രാജ്, അദ്ദേഹവും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പാകിസ്ഥാനി മാധ്യമങ്ങൾ പറഞ്ഞതാണ്. സിഖുകാരനായിട്ടാണ് ഹാൻസ് ജനിച്ചത്. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട്. മൺസൂൺ വെഡ്ഡിങ്ങിലെ ആജാ നച്ചിലെ എന്ന ഗാനമാണ് വൈറലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റിൽ അദ്ദേഹത്തെ പോപ്പുലർ ആക്കിയ ഗാനം കൂടിയാണത്. ഇസ്ലാം മതത്തിന് താൻ ആകൃഷ്ടനാണെന്നും മദീന സന്ദർശിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും അദ്ദേഹം ഹാൻഡസ് രാജ് പറഞ്ഞതായിട്ട് പാക് മാധ്യമങ്ങൾ പറഞ്ഞു. ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടാണ് സൂഫി സംഗീതത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ധർമ്മേന്ദ്ര, അദ്ദേഹത്തിന്റെ കാമുകിയായ ഹേമമാലിനിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ധർമ്മേന്ദ്ര മതം മാറുന്നത്. 1979 പ്രകാശ് കൗറിനെ വിവാഹം കഴിച്ചിരുന്ന ധർമ്മേന്ദ്രയ്ക്ക് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആദ്യ ഭാര്യയുമായിട്ടുള്ള വിവാഹം വേർപെടുത്തിയാൽ മാത്രമേ രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴും ചില ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു, ചില ചോയ്സുകൾ ഉണ്ടായിരുന്നു. ഹേമമാലിനെ ഉപേക്ഷിക്കണം, പിന്നെ അവരെ നിലനിർത്തണമെങ്കിൽ പോലും എന്താണ് മാർഗം എന്നവർ ആലോചിച്ചു. അപ്പോഴാണ് ഇസ്ലാം മതത്തിലാവുമ്പോൾ എത്ര വേണമെങ്കിലും കെട്ടാമല്ലോ, കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്കറിയാം, തൻ്റെ പ്രണയ സാഫല്യത്തിനു വേണ്ടിയാണ് ബോളിവുഡ് താരമായ ഷർമിള ടാഗോർ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത്. മൻസൂർ അലി പട്ടൗഡിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷർമിള ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാം നല്ലതാണ് എന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടല്ല ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖുർആൻ ഒരു ആവർത്തി സ്വന്തം ഭാഷയിൽ വായിച്ചാൽ അവരെ മതം ഉപേക്ഷിക്കുക, ഒരു സംശയമില്ല. AS ദിലീപ് കുമാർ, അദ്ദേഹം ഹിന്ദുവായി ജനിച്ചു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് AR റഹ്മാനായി മാറുന്നത്. വിവാഹത്തിന് മുമ്പ് AR റഹ്മാന്റെ അമ്മയും ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. മറ്റൊരാളാണ് പട്ടൗഡിയുടെ നവാബിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ബോളിവുഡ് നടിയായ അമൃത മതം മാറി സെയ്ഫ് അലി ഖാനുമായിട്ടുള്ള പ്രണയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സിഖ് മുസ്ലിമായ അമൃത ഇസ്ലാം മതം സ്വീകരിക്കുന്നു. 13 വർഷത്തെ ദാമ്പത്യ ബന്ധം തുടർന്നു. 2004 വിവാഹമോചനവും നേടി സെയ്ഫ് കരീന കപൂറിനെ വിവാഹം കഴിച്ചു. പിന്നെ പ്രശസ്ത സംഗീത സംവിധായകനാണ് ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ, ഇസ്ലാം മതം സ്വീകരിച്ചു. ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ ആളുകൾ സ്വീകരിച്ചതുകൊണ്ട് ഈ മതം ശരിയാണ് എന്ന് അഭിപ്രായപ്പെടാൻ പറ്റുമോ നമുക്ക്? എനിക്ക് പറ്റില്ല കേട്ടോ. അവരെ സ്വീകരിച്ചത് കൊണ്ട് ഇത് ശരി. ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ യുക്തിവാദ വേദികളിൽ, സയൻസിന്റെ വേദികളിൽ മനുഷ്യനെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഈ അന്ധവിശ്വാസങ്ങളിലും അബദ്ധങ്ങളിലും ജീവിച്ചു വരുന്ന മനുഷ്യന് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ഒരാളാണ് പ്രൊഫസർ രവിചന്ദ്രൻ.
ഞാൻ ഏറെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നാളെ പ്രൊഫസർ രവിചന്ദ്രൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന വാർത്ത പ്രചരിച്ചാൽ പോലും ഇസ്ലാം ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ഇസ്ലാം ശരിയാകേണ്ടത് അതിന്റെ പ്രാമാണികമായിട്ടാണ്. പ്രമാണങ്ങളിലൂടെ ഇസ്ലാം ശരിയാകണം. എന്നാലൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ എത്രയോ താരങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവര്, ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, അത് വെറുതെയുള്ള വാർത്തകളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കാനും ഹിന്ദു മതം സ്വീകരിക്കാനും ഏതു മതവും ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം. ഇന്നത്തെ ശരി ഒരു പക്ഷേ നാളത്തെ നമ്മുടെ ശരികളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ശരികൾക്കനുസരിച്ച് സഞ്ചരിക്കുക. നാളെ അത് തെറ്റാണ് എന്ന് തോന്നിയാൽ തിരുത്താനും നമുക്ക് കഴിയണം. നിങ്ങള് മറ്റൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാഖി സാവന്ത്. ഈ ഷുഐബ് മാലിക്കുമായിട്ടുള്ള സാനിയ മിർസയുടെ വിവാഹം വേർപെടുത്തിയതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയില് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നത്. അവരുടെ മകനുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ സാനിയ മിർസ പോസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ വാർത്തയാകുന്നു.